സൂപ്പർ കൺമണി സീരിയലിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. സാഗർ കുടുംബത്തിൽ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രശ്നം എന്താണെന്ന് കണ്ടുപിടിക്കാൻ മാനസ കയറി വരുന്ന ആ സമയത്ത് തന്നെയാണ് സുജാത കൃഷിനോട് ചൂടായി സംസാരിക്കുന്നത്. അച്ഛനും മകനും കൂടി ചേർന്ന് എൻ്റെ മകനെ എന്താ ചെയ്തത്, അവനെ കൊന്നുകളഞ്ഞോ എന്നൊക്കെ ചോദിച്ച് ചൂടാവുന്ന സമയത്ത് കൃഷി അമ്മ എന്തോ ഈ പറയുന്നത്, ഞാൻ അങ്ങനെ ഏട്ടനെ കൊല്ലുമെന്ന് തോന്നുന്നുണ്ടോ, പറയാൻ പറ്റില്ല, ബലരാമൻ എൻ്റെ വയറ്റിൽ വളർന്ന പൊന്നുമോന, നീ എൻ്റെ മകനല്ല എന്ന് തിരിച്ചറിഞ്ഞ ആ നിമിഷം എനിക്ക് മനസ്സിലായതാ നിൻ്റെ ദേഷ്യവും കുശുമ്പും ഒക്കെ. അതുകൊണ്ട് നീ അങ്ങനെയൊക്കെ ചിന്തിച്ചുകൂടാന്നില്ല. ആ സമയം എല്ലാം കേട്ട് മാനസിക്ക് മനസ്സിലാവുന്നുണ്ട് കൃഷ് സാഗറിൻ്റെയും സുജാതയുടെയും മകനല്ല എന്നുള്ള സത്യം. അതുകൊണ്ട് തന്നെ വന്നതായിട്ട് പോലും ഒരു പകിട്ട് കാണിക്കാതെ മാനസയാണെങ്കിൽ അവിടുന്ന് ആ സമയം തന്നെ ഇറങ്ങിപ്പോകുന്നുണ്ട്. അപ്പം കൃഷാണെങ്കിൽ ആകെ സങ്കടപ്പെട്ട് അമ്മയോട് പറയുന്നു, ആരും നിർബന്ധിച്ചിട്ടല്ല, സ്വന്തം ഇഷ്ടപ്രകാരമാണ് താൻ ഈ വീട്ടിൽ നിന്ന് പോയത്. ഇവിടുത്തെ സ്വത്തായാലും അമ്മയുടെ സ്നേഹവും വാത്സല്യവും ഒക്കെ ഞാനല്ല ഏട്ടനെ അനുഭവിക്കേണ്ട, അത് വിചാരിച്ച് തന്നെയാണ് പോയത്. ഇതിനേക്കാളും ഭംഗിയായിട്ട് സാഗർ എൻ്റെ മുമ്പിൽ നാടകം കളിക്കുന്നുണ്ട്. അപ്പം നീ അങ്ങനെ സംസാരിച്ച് എന്നെ വിശ്വസിപ്പിക്കാനൊന്നും നോക്കണ്ട. എൻ്റെ സ്നേഹവും ഞാനെന്ന് പറയുന്ന അമ്മയൊക്കെ നിനക്ക് വേണ്ടിയിട്ട് ത്യാഗം തന്നു, എൻ്റെ സ്വന്തം മകനെ നോക്കാതെ. എൻ്റെ മകൻ എന്ത് സംഭവിച്ചു, അവൻ എന്ത് പറ്റിയെന്ന് കണ്ടുപിടിച്ച് തന്നേക്കണം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ബലരാമേട്ടൻ എവിടെയുണ്ടെങ്കിലും കണ്ടുപിടിച്ച് കൊണ്ട് തരാമെന്ന് വാക്ക് കൊടുക്കുന്നുണ്ട് കൃഷ്. ശേഷം വിഷമത്തോടെയാണെങ്കിലും വീട് വിട്ടു പോകുന്നു. അതേസമയം ധനലക്ഷ്മിയും മകനും കൂടി ഭയങ്കര വഴക്ക്. കാരണം പിറന്നാളാണ് വരാൻ പോകുന്നത്, ആഘോഷിക്കുന്നോ എന്നൊരു ചോദ്യത്തിന് ധനലക്ഷ്മിയാണെങ്കിൽ ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നു. അച്ഛനാണെങ്കിൽ മോഷ്ടിച്ച് ജോലിയും കൂലിയില്ലാതെ നടക്കുന്ന സമയത്ത് മകന് പിറന്നാൾ ആഘോഷിക്കണം എന്നും പറഞ്ഞുകൊണ്ട് ഗോകുലിനെ കുറ്റപ്പെടുത്തുമ്പോൾ അത് കേട്ടുകൊണ്ട് നിൽക്കുന്ന അമ്മായിമാർ കാരണം തിരക്കുന്നു. അപ്പം പിറന്നാൾ ആഘോഷിക്കണം എന്ന് പറഞ്ഞതിനാ ഇത്രയും ബഹളം ഉണ്ടാക്കുന്നതെന്ന് പറയുമ്പം നീ എന്തിനാ മോനെ അമ്മയോട് പറയാൻ പോയത്, കൺമണി വരുമ്പോൾ കൺമണിയോട് പറഞ്ഞാൽ പോരായിരുന്നോ. ധനലക്ഷ്മിയെ ആശ്വസിപ്പിച്ചതിന് ശേഷം അമ്മായിമാർ ഗോകുലിനെയും സമാധാനപ്പെടുത്തുന്നു. കൺമണി വരുമ്പോൾ ഉറപ്പായിട്ടും അവളോട് പറഞ്ഞ് ഗോകുലിൻ്റെ പിറന്നാൾ ആഘോഷിക്കാമെന്ന് പറഞ്ഞ് സന്തോഷിപ്പിക്കുന്നു. ഗോകുലാണെങ്കിൽ ഒരു വിധത്തിൽ ചിരിച്ചിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അമ്മ വഴക്ക് പറഞ്ഞതിൻ്റെ സങ്കടത്തിലാണ്. അതേസമയം വണ്ടി കേടായത് കാരണം വരുൺ വഴിയരികിൽ നിന്ന് വലിയ വലിയ വണ്ടികൾക്ക് കൈ കാണിക്കുന്നു. ഓട്ടോറിക്ഷയും ബൈക്കും അങ്ങനെയൊന്നും താല്പര്യമില്ല, കാരണം മുതലാളിയല്ലേ. ആ സമയത്താണ് മാനസ അങ്ങോട്ടേക്ക് വരുന്നത്. സാഗർ കുടുംബത്തിൽ പോയി സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞു വരുന്ന മാനസയാണെങ്കിൽ വരുണിനെ കണ്ട് ഡ്രോപ്പ് ചെയ്യാമെന്ന് പറയുന്നു. മാത്രമല്ല താനൊരു ഞെട്ടിക്കുന്ന സത്യം അറിഞ്ഞു. കാര്യം തിരക്കുന്നെങ്കിലും തൽക്കാലം അത് പറയുന്നില്ല, അതൊരു സർപ്രൈസാണ്, പിന്നീട് അറിയിക്കാം എന്ന് പറഞ്ഞ് മാനസ ഒരു സർപ്രൈസ് ഇട്ട് കൊടുത്തിട്ട് പോകുന്നു. അതേസമയം തിരുമേനി പറഞ്ഞത് അതുപോലെ സംഭവിക്കാൻ പോകുന്നു, തനിക്ക് നേട്ടമുള്ള എന്തോ കാര്യം വരാൻ പോകുന്നു എന്ന് പറയുമ്പം കൃഷിന് ദോഷം വരുന്ന എന്തോ കാര്യം, അല്ലെങ്കിൽ കൺമണിയുടെ കുടുംബത്തിന് ദോഷം വരുന്ന എന്തോ കാര്യം. എന്തായാലും തിരുമേനിയെ വീണ്ടും വിശ്വസിച്ച് തുടങ്ങിയിരിക്കുന്നു വരുൺ. അതുകൊണ്ട് തന്നെ കൃഷിന് ദോഷം വരുന്ന എന്ത് രഹസ്യമാണ് മാനസിക്ക് തന്നോട് പറയാനുള്ളത് എന്ന് കണ്ടുപിടിക്കാനായിട്ട് കബഡി നിരത്താൻ പറയുന്നുണ്ട് തിരുമേനിയോട്. അന്നേരം തിരുമേനി പറയുന്നു, ആ സമയത്തും നേരം കെട്ട സമയത്തൊന്നും കബഡി നോക്കിക്കൂടാ എന്ന ശാസ്ത്രം. അതെന്താ അങ്ങനെ പറയുന്നത്, മുമ്പ് ഈ സമയത്ത് നോക്കിയിട്ടുണ്ടല്ലോ, അന്നേരം ഒരു പ്രശ്നമില്ലായിരുന്നല്ലോ എന്ന് ഗുണ്ട പറയുമ്പോൾ അവർ രണ്ടുപേരും കൂടി പിറുപിറാന്ന് എന്തോ പറയുന്നുണ്ട്. കാരണം സത്യം എന്താണെന്ന് കണ്ടുപിടിക്കാൻ അറിയില്ലല്ലോ തിരുമേനിക്ക്. അതുകൊണ്ട് അവർ രണ്ടുപേരും കൂടി ഒരു മാർഗം കണ്ടെത്തി വരുണിനോട് പറയുന്നുണ്ട്, താൻ കബഡി നിരത്തി മാനസയുടെ മനസ്സിലുള്ളത് എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റും. പക്ഷേ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ മാനസ ഭ്രാന്തിയായി മാറും. അങ്ങനെ വേണമെന്ന് ചോദിക്കുമ്പോൾ ഒരിക്കലും വേണ്ടെന്ന് വരുണും പറയുന്നുണ്ട്. കൂട്ടുകാരി ഭ്രാന്തി ആകരുതെന്നുള്ള തീരുമാനത്തിൽ കബഡി നോക്കേണ്ടെന്ന് പറഞ്ഞ് സാറിൻ്റെ തീരുമാനത്തിന് മുമ്പിൽ ഈ ലോകവും ഞാനും ഒക്കെ വണങ്ങുന്നു എന്ന് പറഞ്ഞ് വരുണിനെ വീണ്ടും പൊക്കിയടിക്കുന്നുണ്ട്. എന്തായാലും സത്യം അധികം താമസിക്കാതെ വരുണിനോട് പറയും മാനസ. അതേസമയം തിരികെ വന്ന സാഗർ കാണുന്നത് കൃഷിനെ കാണുന്നില്ല. അവനെവിടെ പോയി എന്ന് ചോദിക്കുമ്പോഴത്തേക്കും എനിക്കറിഞ്ഞൂടാ, ഇവിടുന്ന് ഇറങ്ങിപ്പോയി എങ്ങോട്ടേക്കാണെന്ന് ഞാൻ ചോദിച്ചില്ല എന്ന് പറഞ്ഞ് സുജി അങ്ങ് പോകുമ്പോഴത്തേക്കും ആൻറ്റിയമ്മയ്ക്കും സാഗറിനും മനസ്സിലാകുന്നുണ്ട് എന്തോ ഇവിടെ പ്രശ്നമുണ്ടായി. അങ്ങനെ ആരോടെയും പറയാതെ പോകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവൻ പിണങ്ങിപ്പോയതായിരിക്കും, ഇനി ഒരിക്കലും പോകില്ല എന്നാണ് ഞാൻ കരുതിയിരുന്നത് എന്ന് പറയുമ്പോൾ ആൻറ്റിയമ്മ പറയുന്നുണ്ട്, ഞാനും അങ്ങനെ തന്നെ അനിയൻകുട്ട, കരഞ്ഞ് നാടകം കാണിച്ച് വിളിച്ചു വരുത്തുക എന്നിട്ട് അവനെ സങ്കടപ്പെടുത്തി വിട്ടിട്ടുണ്ടെങ്കിൽ അതത്ര ശരിയല്ല, നീ എന്തായാലും അവനെ ഒന്ന് വിളിച്ചു നോക്കാൻ പറയുമ്പം സാഗർ ആണെങ്കിൽ കൃഷിനെ വിളിക്കുന്നു. എന്താ മോനെ, എന്താ പ്രശ്നം, ഞങ്ങൾ വരുന്നതിന് വിട്ട് നീ പോകാൻ വേണ്ടിയിട്ട് ഇവിടെ എന്താ ഉണ്ടായേ എന്ന് പറയുമ്പോൾ ഒന്നുമില്ല, എനിക്ക് അത്യാവശ്യമായിട്ട് അച്ഛനെ ഒന്ന് കാണണം, സമയമുണ്ടെങ്കിൽ മതി, ഇങ്ങോട്ടേക്ക് വരുമോയെന്ന് ചോദിക്കുന്നുണ്ട്. കൃഷി എനിക്ക് തിരക്കൊന്നുമില്ല, ഇപ്പം തന്നെ വന്നേക്കാന്ന് പറഞ്ഞ് സാഗറും ഫോൺ കട്ട് ചെയ്യുന്നു. അത്യാവശ്യമായിട്ട് തന്നോട് എന്തോ പറയാനുണ്ട്, കൃഷിനെ കാണാൻ അങ്ങോട്ടേക്ക് ചെല്ലുമെന്ന് അവൻ ചോദിച്ചിട്ടുണ്ടെന്ന് പറയുമ്പം എന്തായാലും അനിയൻകുട്ടൻ ഒന്ന് പോയിട്ട് വരാൻ ആൻറ്റിയമ്മയും പറയുന്നു. അതേസമയം മാനസ വരുന്നതും കാത്ത്
ജയമോഹൻ ഇരിക്കുവാണ്. നല്ല ടെൻഷനുണ്ട്. സാഗർ കുടുംബത്തിലേക്കാണ് പോയത്. വീണ്ടും എന്തെങ്കിലും പ്രശ്നമായി കാണുമോ? കാരണം അവർക്കൊക്കെ തങ്ങളോട് യാതൊരു താല്പര്യമില്ലെന്നുള്ള കാര്യം വ്യക്തമായിട്ട് അറിയാമല്ലോ. അതേസമയം ചായയായിട്ട് വരുന്ന മാനസയുടെ അമ്മയോട് കയർത്ത് സംസാരിക്കുന്നുണ്ട് ജയമോഹൻ. തനിക്കൊന്നും സംസാരിക്കാനില്ല. അപ്പം മോൾ എവിടെ പോയെന്ന് ചോദിക്കുമ്പം എനിക്കൊന്നും അറിയില്ല. നീ കിച്ചണിലേക്ക് പോകാൻ പറയുമ്പം എൻ്റെ ഡ്യൂട്ടി എപ്പോഴും കിച്ചണിൽ മാത്രമാണ്, അല്ലാതെ നിങ്ങളുടെ കാര്യങ്ങളിലൊന്നും ഇടപെടേണ്ട കാര്യമില്ലെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. പക്ഷേ എന്നെ അങ്ങനെ തളച്ചിടാനൊന്നും നോക്കണ്ടെന്ന് മാനസയുടെ അമ്മയും കയർത്ത് സംസാരിക്കുന്നു. അതേസമയം പുറത്തൊരു വണ്ടിയുടെ സൗണ്ട് കേട്ടിട്ട് രണ്ടുപേരും നോക്കി നിൽക്കുന്നതും കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പം മാനസ വീട്ടിലേക്ക് കയറി വരുവാണ് ആ ഞെട്ടിക്കുന്ന സത്യമായിട്ട്. ഇതുവരെ ആരും അറിഞ്ഞിട്ടില്ലാത്ത ആ രഹസ്യം മാനസ അച്ഛനോടോ അല്ലെങ്കിൽ വരുണിനോടോ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് അവർക്ക് ആർക്കും വിശ്വസിക്കാൻ പറ്റില്ല. എങ്കിലും സാഗർ കുടുംബത്തിൽ അടുത്തിടെ ഉണ്ടായ പ്രശ്നങ്ങളെല്ലാം കൂട്ടി നോക്കുമ്പോഴത്തേക്കും അതിലെന്തോ വാസ്തവം ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പാകും. പക്ഷേ ഇങ്ങനൊരു ട്വിസ്റ്റ് ആരും പ്രതീക്ഷിക്കുന്നില്ലല്ലോ. എന്തായാലും ബലരാമനെ എത്രയും പെട്ടെന്ന് കണ്ടെത്തി തിരികെ അമ്മയുടെ അടുത്തേക്ക് കൊണ്ടുവരണമെന്ന് പറയാൻ വേണ്ടിയിട്ട് തന്നെയാണ് കൃഷ് നമ്മുടെ സാഗറിനെ വിളിക്കുന്നത്. അപ്പോൾ സാഗറിന് മനസ്സിലാകുന്നുണ്ട് തൻ്റെ മകൻ്റെ പ്രശ്നം മാറാൻ വേണ്ടിയിട്ട് വിളിച്ചു വരുത്തിയിട്ട് ഏറ്റവും കൂടുതൽ മുറിവുമായിട്ടാണല്ലോ തൻ്റെ മകൻ പോയിരിക്കുന്നത് എന്നുള്ള വിഷമത്തിൽ നീറി നിൽക്കുന്ന സാഗറിനെ ഇന്നത്തെ എപ്പിസോഡിൽ കാണാനാകും. കാത്തിരിക്കാം.